വ്യവസ്ഥകളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ്, നമ്മോട് കരുണ കാണിച്ച നമ്മുടെ ദൈവം, സകലതും വിട്ട്, ആകാശം വിട്ട്, സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം പറയുകയാണ്: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏക ജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതാണ് സ്നേഹം. ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവിധം നമ്മെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിച്ച ദൈവത്തിന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ, നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുത്തവൻ, നമുക്ക് വേണ്ടി മുൾമുടി സ്വീകരിച്ചവൻ, നമുക്ക് വേണ്ടി ചാട്ടവാറടി സ്വീകരിച്ചവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൽത്തൂണിൽ കെട്ടപ്പെട്ട് ചമട്ടികളാൽ അടിക്കപ്പെട്ടപ്പോൾ അവൻ ഒരു വാക്കുപോലും ഉരിയാടിയില്ല എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം സാക്ഷ്യപ്പെടുത്തുകയാണ്. അവൻ ഒന്നും മിണ്ടാതിരുന്നത് നമുക്ക് വേണ്ടിയാണ്. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി പരിണമിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി ചാട്ടവാറടി സ്വീകരിച്ചവൻ, നമുക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തവൻ, നമുക്ക് വേണ്ടി കുരിശ് ഏറ്റെടുത്തവൻ, അവന്റെ പേരാണ് സത്യദൈവമായ യേശു ക്രിസ്തു. അവനെ അറിയുക എന്നതാണ് നിത്യജീവൻ. യേശുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഇമ്മാനുവലായ ദൈവം, കൂടെ വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മളെ കുറിച്ച് കർത്താവിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പദ്ധതി സ്വർഗത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പ് ലഭിച്ച ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന വിശ്വാസ സത്യത്തെ നമ്മൾ തിരിച്ചറിയണം. വിശ്വാസം എന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യാശിക്കുന്ന വലിയ വാഗ്ദാനങ്ങൾ അടങ്ങിയതാണ്. വിശ്വാസം എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാണപ്പെടാത്ത ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു എന്ന വലിയ തിരിച്ചറിവ് നമ്മുടെ വേദനകളിൽ, നമ്മുടെ ആകുലതകളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ നിരാശകളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ കണ്ണുനീരുകളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ യേശു നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണമെന്ന് ഹെബ്രായ ലേഖനം 11:1 വിശ്വാസത്തെ കുറിച്ച് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ യേശു എന്ന സത്യദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കുകയും യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിവെക്കുകയും വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഞാൻ ആയിരിക്കുന്ന വിധം എന്നെ ആഴമായി സ്നേഹിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണം. അവന്റെ രക്തത്തിന്റെ വിലയാണ് നമ്മൾ ഓരോരുത്തരും. അവന്റെ രക്തത്തിന്റെ വിലയാണ് നമ്മൾ ഓരോരുത്തരും എന്ന വലിയ തിരിച്ചറിവിൽ നമ്മളോട് കരുണ കാണിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദേശത്തെ, ഈ ചവറ ദേശത്തെ സമർപ്പിച്ചുകൊണ്ട് സകല മനുഷ്യരും യേശുവിന്റെ രക്തത്തിന്റെ വിലയാണെന്ന് ഞങ്ങൾ കർത്താവ് ഈശോ മിശിഹായുടെ വചനം അതുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട്, യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് ഈ ദേശത്തിലെ ഓരോ മക്കളും, ഓരോ വ്യക്തികളുടെയും ആത്മാവെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ദേശത്തെ, ഈ കൊല്ലം ജില്ലയെ കർത്താവായ യേശു ക്രിസ്തുവിന് ഭരമേൽപ്പിച്ചുകൊണ്ട് അവന്റെ രക്തത്തിന്റെ വിലയാണെന്ന് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശം യേശുവിന്റേതാണ്. യേശുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിന്റെ രാജ്യം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ട സഹോദര സഹോദരി, സാത്താനും സാത്താന്റെ ആഡംബരങ്ങളും അവന്റെ ലോകവും യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ, യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ കർത്താവായ യേശു ക്രിസ്തു നിഷ്കാസനം ചെയ്തു എന്ന തിരിച്ചറിവ് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് ഈ ലോകത്തെ ജയിച്ചവനാണ്. കർത്താവ് ഈ ലോകത്തിന്റെ മോഹങ്ങളെ കീഴ്പ്പെടുത്തിയവനാണ്. ഈ ദേശത്തെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട്, കൊല്ലം ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അധരം കൊണ്ട് ഏറ്റുപറഞ്ഞു യേശു രക്ഷകനും
കർത്താവും നാഥനുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ദേശത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസത്തിൽ തീഷ്ണതയിൽ സകലത്തിന്റെയും ഉടയവനായ യേശുവിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കരുണയായിരിക്കണമേ. സുഗന്ധം സാന്നിധ്യം നുകരും ഈശോ നീയെ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. ആഴമടക്കാനാവാത്ത കരുണയുടെയും വലിയ അടയാളമായി അവിടുത്തെ ജീവനുള്ള വചനം ഇതാ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു എന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രദേശത്തെ മുഴുവൻ കർത്താവിന്റെ വലിയ സ്നേഹത്തിന് സമർപ്പിക്കുകയാണ്. ദൈവം നമ്മെ വീണ്ടെടുക്കുകയും നമ്മെ രക്ഷിക്കുകയും നമ്മെ നിത്യജീവന്റെ അവകാശികളാക്കി തീർക്കുകയും ചെയ്തുകൊണ്ട് പാപത്തെയും പാപത്തിന്റെ അടിമത്തത്തെയും പിശാചിന്റെ ദംശനത്തെയും അവിടുന്ന് പരാജയപ്പെടുത്തി നമുക്ക് ദൈവത്തിന്റെ മക്കളെന്നുള്ള സ്വാതന്ത്ര്യം നൽകി. ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ സമാധാനം നമ്മ ഓരോരുത്തരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും നമ്മുടെ സമൂഹത്തെയും ഭരിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം അനന്തമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളും അവിടുത്തെ യേശുവിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ചുറ്റുപാടും നിന്ന് നോക്കിയാൽ നമുക്ക് സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഓരോരുത്തരും. നമുക്ക് സമാധാനം ലഭിക്കുന്ന ഒരു വാർത്ത പോലും കേൾക്കുവാനില്ലാത്ത അവസ്ഥയുടെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈശോയുടെ സമാധാനം പോലെ ആർക്കും നമുക്ക് സമാധാനം വരുവാൻ പറ്റുകയില്ല. നമ്മൾ സ്നേഹിച്ചിരുന്നവര്, നമ്മളെ സഹായിച്ചിരുന്നവര്, നമ്മൾ സഹായിച്ചിരുന്നവര് എല്ലാവരും നമ്മളെ കൈവിടുന്ന അവസ്ഥയില് യേശുനാഥൻ നമ്മളെ സ്വീകരിക്കും. ഈശോയുടെ തിരുവചനം പറയുന്നു, അവിടുത്തെ തിരുവചനത്തിലൂടെ നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്, ആരും നിങ്ങളിൽ നിന്നും അതിനെടുത്ത് കളയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്നേഹ സന്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന സമാധാനം ആരും നമ്മളിൽ നിന്നും എടുത്തു കളയുകയില്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തില് സകല ജനത്തെയും അവിടുന്ന് സ്നേഹിക്കുന്നു, സർവ്വരെയും സ്നേഹിക്കുന്നു. ഉയർന്നവനെന്നും താഴവനെന്നും വെളുത്തവനെന്നോ കറുത്തവനെന്നോ വ്യത്യാസമില്ലാതെ സ്നേഹിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 34-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നു, സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു ഹൈന്ദവ വിശ്വാസത്തില് 35 വർഷക്കാലത്തോളം ജീവിച്ച എനിക്ക് ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാകാതെ മനുഷ്യരുടെ സ്നേഹം പിടിച്ചു വയ്ക്കുവാനായി വെപ്രാളപ്പെട്ട് ഓടിയ നിമിഷങ്ങളിലെല്ലാം എനിക്കത് ഈ ദൈവത്തിന്റെ സ്നേഹം എന്നിൽ നിന്ന് നഷ്ടമായി പോയി. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തില് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായപ്പോൾ എന്റെ ജീവിത സാഹചര്യത്തിൽ ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനുമെല്ലാം അടിമയായി തീർന്നു. ഈ സാഹചര്യത്തില് എനിക്ക് എല്ലാവരോടും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവുമെല്ലാം വളർന്നു വന്നു. അങ്ങനെ എനിക്ക് സാഹചര്യത്തിലാണ് എനിക്ക് യേശുവിനെ അറിയുവാനൊരു ഭാഗ്യം ലഭിച്ചത്. തികഞ്ഞ മദ്യപാനിയായ എനിക്ക് എന്റെ മദ്യപാനത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ലാതിരുന്ന സാഹചര്യത്തില്
എന്റെ യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശുവിന്റെ വചനം സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുകയും അവിടുത്തെ ദൈവത്തിന്റെ വലിയ അദൃശ്യമായ കരങ്ങൾ നിർത്തി കർത്താവ് നിങ്ങളെ സ്വന്തമായി സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, 35 വർഷക്കാലം ഹൈന്ദവ വിശ്വാസം ജീവിച്ചപ്പോൾ പരസ്നേഹ ബന്ധം എനിക്ക് മനസ്സിലായില്ല. ദൈവത്തെ സ്നേഹിക്കുമ്പോഴവര് അവിടുന്ന് വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയാക്കി മാറ്റുന്നു.